വളരെ സമാധാനപരമായ ജീവിതം ആയിരുന്നു ലതയുടേത്. ഭർത്താവ് രാജീവ് ഒരു പാവം മനുഷ്യൻ. അവർക്ക് 2 മക്കൾ, ദിവ്യയും വിദ്യയും. അവരുടെ ജീവിതം അങ്ങനെ അല്ലലുകളില്ലാതെ മുൻപോട്ടു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലതയ്ക്ക് ഒരു കത്ത് വന്നു. അതിൽ ഇങ്ങനെയായിരുന്നു: ലത, ഞാൻ തിരിച്ചു വരുന്നു എന്ന് അനീഷ്. ഒരു വാക്ക് മാത്രം. പക്ഷേ ആ വാക്ക് അവളുടെ ഉറച്ച ജീവിതം പൊളിച്ചെറിഞ്ഞു. അനീഷ് അവളുടെ ബാല്യകാല സുഹൃത്തായിരുന്നു. പഴയ ഓർമ്മകളിൽ മൂടിയ ഒരു സന്ധ്യയിൽ അവൾ അവനെ കണ്ടു. മഴ പെയ്യുന്ന പാതയിൽ നിന്നു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: നീ മാറിയില്ലല്ലോ ലത, നിന്റെ കണ്ണുകൾ അതേപോലെയുണ്ട്. അവൾ ഒന്ന് ചിരിച്ചു. അവരുടെ കൂടിക്കാഴ്ചകൾ വർദ്ധിച്ചു. ചായക്കടകളിൽ, ബസ് സ്റ്റോപ്പിൽ, ചിലപ്പോൾ വീട്ടിലേക്കും. ആദ്യമൊക്കെ സുഹൃത്ത് ബന്ധം മാത്രമായിരുന്നുവെങ്കിലും പിന്നീട് ആ ബന്ധം പതുക്കെ പ്രണയമായി. ഒരു രാത്രി അവർ ഒരുമിച്ച് നിന്നു, മഴയിലൂടെ നോക്കി. അനീഷ് അവളുടെ മുഖം തന്നിലേക്ക് അടുപ്പിച്ചു, വളരെ വികാരത്തോടെ. ലത, നീ എൻ്റേതായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നേനെ. അവൾ വിറച്ചു, പക്ഷെ കണ്ണുകൾ അടച്ചു. ആ നിമിഷം അവളുടെ ഹൃദയം വർഷങ്ങളുടെ ദാഹം തീർത്തു. അടുത്ത ദിവസം അവൾക്ക് പഴയ ലോകം അതേപോലെ തോന്നിയില്ല. രാജീവിൻ്റെ ശബ്ദം, കുട്ടികളിലെ ചിരി, എല്ലാം മങ്ങിയതുപോലെ. അനീഷ് പറഞ്ഞു: നമുക്ക് പോവാം ലത, നമുക്ക് നമ്മുടേതായ ഒരു ലോകം ഉണ്ടാക്കാം. ആദ്യം അവൾ ഒന്ന് ഭയപ്പെട്ടെങ്കിലും പിന്നീട് അവൾ സമ്മതിച്ചു. അങ്ങനെ വീട്ടിൽ ആരുമില്ലാതിരുന്ന ഒരു ദിവസം ലതയും അനീഷും ഒളിച്ചോടുന്നു. ജോലി കഴിഞ്ഞു വന്ന രാജീവ് കണ്ടത് കരയുന്ന മക്കളെയാണ്. ലതയെ രാജീവ് ഒരുപാട് അന്വേഷിച്ചുവെങ്കിലും ഒരറിവും കിട്ടിയില്ല. അമ്മയെ കാണാതെ മക്കൾ കരഞ്ഞു വാടി തളർന്നിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ രാജീവ് തരിച്ചിരുന്നു. ദിവസങ്ങൾക്കു ശേഷം ഒരു ദിവസം രാവിലെ ലത ഉണർന്നപ്പോൾ അനീഷ് കിടക്കയിൽ ഇല്ലായിരുന്നു. ബെഡിൻ്റെ സൈഡിൽ ഒരു കത്ത് മാത്രം. ലത, ഞാൻ നിന്നെ സ്നേഹിച്ചു, പക്ഷേ നീ എൻ്റേതല്ല, അവരുടേതാണ്. നീ തിരികെ പോകണം, അത് തന്നെയാണ് ശരി. ലത നിലം പൊത്തിയതുപോലെ ഇരുന്നു. അവൻ്റെ ഓർമ്മയൊഴികെ ഒന്നും ബാക്കിയില്ല. വേറെ ഒരു നിവൃത്തിയുമില്ലാതെ അവൾ തിരിച്ചുപോയി. ലതയെ കണ്ടതും മക്കളുടെ കണ്ണിൽ ആനന്ദ കണ്ണീർ കൊണ്ട് നിറഞ്ഞു. രാജീവ് ഒന്നും മിണ്ടാതെ അവളുടെ കണ്ണുകളിലേക്ക് നിസ്സഹായനായി നോക്കി. എന്നോട് ക്ഷമിക്കൂ. ലത രാജീവിൻ്റെ കാൽക്കൽ വീണു പൊട്ടിക്കരഞ്ഞു. രാജീവ് മൗനമായി നിന്നു. ലത ഇപ്പോൾ ആ വീട്ടിൽ മൗനമായി ജീവിക്കുന്നു. രാജീവ് അവളെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അവളുടെ ഉള്ളിൽ ആ കുറുപ്പിൻ്റെ ശബ്ദം ഇന്നും മുഴങ്ങുന്നു: നീ എൻ്റേതല്ല, അവരുടേതാണ്.